ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഒരു പിക്ചേഴ്സ് കണ്ടിരുന്നതാണ്. കപ്പാസിറ്റേഴ്സിൻ്റെ ഫിഗറുകളാണ്. നമ്മുടെ ഷോപ്പുകളിലൊക്കെ, ഇലക്ട്രോണിക് ഷോപ്പുകളിലൊക്കെ നമുക്കിതുപോലുള്ള കപ്പാസിറ്റേഴ്സ് വാങ്ങിക്കാൻ കിട്ടും. അവയുടെ വാല്യൂസും അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കപ്പാസിറ്ററിൽ 1 എന്നാണ് മാർക്ക് ചെയ്തിരിക്കുക. അതുപോലെ ഓരോന്നിനും അതിൻ്റെ വാല്യൂസ് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കപ്പാസിറ്റേഴ്സ് നമുക്ക് കിട്ടും. അതുപോലെ നമുക്ക് ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ, ഓരോ സർക്യൂട്ടുകൾ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ അത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ സർക്യൂട്ടിലും ഓരോ പർട്ടിക്കുലർ വാല്യൂവിലുള്ള കപ്പാസിറ്റർ ആയിരിക്കും നമുക്ക് ആവശ്യമുള്ളത്. ആ കറക്റ്റ് വാല്യൂ യൂസ് ചെയ്താലേ നമ്മുടെ ആ പർപ്പസ് അവിടെ നടക്കുകയുള്ളൂ, കറക്റ്റ് പെർഫോമൻസ് ഒക്കെ കിട്ടുകയുള്ളൂ ഇൻസ്ട്രുമെൻസിന്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ പക്ഷെ ഷോപ്പിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത ആ ഒരു കറക്റ്റ് വാല്യൂവിലുള്ള കപ്പാസിറ്റർ ചിലപ്പോൾ അവൈലബിൾ ആകണം എന്നില്ല. പക്ഷെ ബാക്കി അതിനോട് അടുത്തോ അല്ലെങ്കിൽ അതിന് ഉള്ള കപ്പാസിറ്റേഴ്സ് കിട്ടാനുണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ളപ്പോൾ നമ്മളൊരു കറക്റ്റ് വാല്യൂവിൽ നമുക്ക് ആവശ്യമുള്ള തരത്തിൽ അതെങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ അവൈലബിൾ ആയിട്ടുള്ളവ വെച്ചുകൊണ്ട്. ആ ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുക. റെസിസ്റ്റേഴ്സിൻ്റെ കേസിൽ നിങ്ങളിത് പഠിച്ചിട്ടുണ്ട്. റെസിസ്റ്റേഴ്സും ഇതുപോലെ കടയിൽ കിട്ടുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കറക്റ്റ് വാല്യൂ ഇല്ലെങ്കിൽ നമ്മൾ കിട്ടാനുള്ളവയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യുക, അവയെ സീരീസ് ആയിട്ടും പാരലലായിട്ടും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് കോമ്പിനേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ പർപ്പസ് നടത്താറുണ്ട്. അതുപോലെ തന്നെയാണ് കപ്പാസിറ്റേഴ്സിൻ്റെ കേസും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത സർക്യൂട്ടിൽ നമുക്ക് ആവശ്യമുള്ള കപ്പാസിറ്റർ ഒരു 15 μF ആണെന്ന് വിചാരിക്കാം. പക്ഷെ നമുക്ക് ഷോപ്പിൽ അത് കിട്ടാനില്ല. അപ്പോൾ 10 μF 20 μF 5 μF ഒക്കെ അവൈലബിൾ ആണ് തന്നെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഈ 15 μF എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാം, അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്. അപ്പോൾ ഇവിടെ കപ്പാസിറ്റേഴ്സിനെയും നമുക്ക് റെസിസ്റ്റേഴ്സിനെ പോലെ തന്നെ സീരീസ് ആയിട്ടും പാരലലായിട്ടും ഒക്കെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് കപ്പാസിറ്റേഴ്സിനെ പാരലലായിട്ട് കണക്ട് ചെയ്യുക, അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുക. ഇവിടെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ പോസിറ്റീവ് പ്ലേറ്റ് ആണ് പിങ്ക് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം പോസിറ്റീവ് പ്ലേറ്റുകളെല്ലാം ഒന്നിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. എന്നിട്ട് ആ പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തു. അതുപോലെ തന്നെ ബ്ലൂ കളറിൽ കാണുന്നത് 3ൻ്റെയും നെഗറ്റീവ് ടെർമിനൽസാണ്. അവയും പരസ്പരം ഒരുമിച്ച് കണക്ട് ചെയ്തു. എന്നിട്ട് അവയെ ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തു. ഇതാണ് പാരലൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് 10 μF ഉള്ള 3 കപ്പാസിറ്റേഴ്സാണെന്ന് വിചാരിക്കുക പാരലലായിട്ട്. ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ബാറ്ററിയുടെ വോൾട്ടേജ് ഒരു 20 വോൾട്ടുമാണ് എങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഈ ബാറ്ററിയുടെ പോസിറ്റീവ് നോക്കിയ ഫസ്റ്റ് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലേക്കും അതുപോലെ നെഗറ്റീവ് ഫസ്റ്റിൻ്റെ നെഗറ്റീവിലേക്കും വന്നിട്ടുണ്ട്. ഇപ്പോൾ ബാറ്ററിയുടെ 20 വോൾട്ട് ആണെങ്കിൽ ഫസ്റ്റ് കപ്പാസിറ്ററിൽ കിട്ടുന്നതും 20 വോൾട്ടായിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് കപ്പാസിറ്ററിലും അതിൻ്റെ പോസിറ്റീവ് പ്ലേറ്റ് ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും അതുപോലെ നെഗറ്റീവ് പ്ലേറ്റ് ബാറ്ററിയുടെ നെഗറ്റീവിലേക്കും കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ സെക്കൻഡ് കപ്പാസിറ്ററിൽ നമുക്ക് എത്ര വോൾട്ടേജ് തന്നെ കിട്ടും? 20 വോൾട്ട് തന്നെ കിട്ടും. അതുപോലെ തന്നെ തേർഡിലും 20 വോൾട്ട് കിട്ടും. അപ്പോൾ പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ 3 കപ്പാസിറ്ററിലും ഒരേ വോൾട്ടേജ്, അതായത് ബാറ്ററിയുടെ അതേ വോൾട്ടേജ് തന്നെയാണ് അവൈലബിൾ ആവുക. ഈ രീതിയിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് പാരലൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു 10 μF-ൻ്റെ 3 കണക്ട് ചെയ്തത്. അങ്ങനെ കണക്ട് ചെയ്തപ്പോൾ പൊട്ടൻഷ്യൽ ഓരോന്നിലും സെയിം ആണെങ്കിലും നിങ്ങൾക്ക് കാണാം ചാർജ് ഡിഫറെൻ്റ് ആണ് ഓരോന്നിൻ്റെയും കപ്പാസിറ്റൻസ് വാല്യൂ അനുസരിച്ച്. ഇവിടെ നിന്ന് വരുന്ന ടോട്ടൽ ചാർജ് ക്യാപിറ്റൽ Q ആണെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്ത് Q1 Q2 Q3 ആയിട്ടാണ് 3ലേക്കും വരുന്നത്. ഇവിടെ 3ൻ്റെയും കൂടെ സം എന്ന് പറയുന്നത് ടോട്ടൽ ചാർജാണ്. അപ്പോൾ ഈ സെയിം ബാറ്ററി ഇതുപോലെ നമ്മൾ യൂസ് ചെയ്തിട്ട് ഇതിൽ നിന്ന് വരുന്ന ടോട്ടൽ ചാർജായ ക്യാപിറ്റൽ Q തന്നെ ഇതിൽ കൂടി ഒഴുകത്തക്ക വിധത്തിൽ ഈ 3 പകരം നമ്മളൊരു സിംഗിൾ കപ്പാസിറ്റർ യൂസ് ചെയ്യണമെങ്കിൽ ആ കപ്പാസിറ്ററിൻ്റെ വാല്യൂ എന്തായിരിക്കണം? ആ ഒരു കപ്പാസിറ്റൻസിനെയാണ് നമ്മൾ ഈ പാരലലിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുക. ഈ 3 സിംഗിൾ കപ്പാസിറ്റേഴ്സ് പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് ഈ സർക്യൂട്ടിന് കൊടുക്കുന്ന ഒരു
റിസൾട്ട് എന്താണ്, അതുമൂലം ഇവിടെ ഈ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ ചാർജിനെ അത് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു. അതേ ഒരു ചാർജ് കിട്ടണം ഈ ബാറ്ററിയിൽ നിന്ന് ഇത് 3 പകരം ഈ ഒറ്റ എണ്ണം യൂസ് ചെയ്യുമ്പോൾ. അങ്ങനെയാണ് ഇതിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ എങ്കിൽ, അതായത് ഈ 3 ഉണ്ടാക്കുന്ന അതേ എഫക്റ്റ് കിട്ടത്തക്ക വിധത്തിലാണ് ഈ ഒരു സിംഗിൾ കപ്പാസിറ്റർ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നതിൻ്റെ വാല്യൂ എങ്കിൽ അതിനെയാണ് ഈ പാരലൽ കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുക. അപ്പോൾ ഈ എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്തായിരിക്കും, അതിനുള്ള ഇക്വേഷൻ എന്താണ്, അതാണ് നമുക്കിനി ഡെറൈവ് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് 3 കപ്പാസിറ്റേഴ്സ് ഉണ്ട്, C1, C2 ആൻഡ് C3, ആൻഡ് ദേ ആർ കണക്റ്റഡ് ടു എ പൊട്ടൻഷ്യൽ ക്യാപിറ്റൽ V. നമുക്ക് ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം 3ൻ്റെയും പോസിറ്റീവ് പ്ലേറ്റുകൾ പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ബാറ്ററിയിലേക്ക് പോസിറ്റീവിലേക്ക് കണക്ഷൻ പോവുക. അതുപോലെ 3 കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽസ് ഒരുമിച്ച് കണക്ട് ചെയ്തിട്ട് അവിടെ നിന്നാണ് കോമൺ കണക്ഷൻ ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് വരിക. ഇനി ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ബാറ്ററിയുടെ വോൾട്ടേജ് 20 ആണെങ്കിൽ 3 കപ്പാസിറ്ററിലും 20 തന്നെ കിട്ടും. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് പോസിറ്റീവ് നെഗറ്റീവും ബാറ്ററിയിലേക്ക് ഡയറക്റ്റ് കണക്റ്റഡ് ആണ്, അപ്പോൾ ഇവിടെ 20 കിട്ടും. അതുപോലെ സെക്കൻഡ് കപ്പാസിറ്ററിൻ്റെയും പോസിറ്റീവ് നെഗറ്റീവ് നേരെ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് നെഗറ്റീവിലേക്ക് കണക്റ്റഡ് ആണ്, ഇവിടെയും 20 കിട്ടും. അങ്ങനെ 3 കപ്പാസിറ്ററിലും ഉള്ള പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ഈ തരത്തിലുള്ള കണക്ഷനെയാണ് നമ്മൾ പാരലൽ കണക്ഷൻ എന്ന് പറയുക. ഇൻ പാരലൽ കോമ്പിനേഷൻ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ വിൽ ബി ദ സെയിം. പക്ഷെ നിങ്ങൾക്ക് കാണാം ചാർജ് അങ്ങനെയല്ല. ഇവിടെ ഈ ബാറ്ററിയിൽ നിന്ന് പോകുന്ന ടോട്ടൽ ചാർജിന് നമ്മൾ Q എന്ന് കാണിച്ചു. ആ Qയുടെ ഒരു ഭാഗം ഇവിടെ എത്തുമ്പോൾ C3യിലേക്ക് പോകുന്നു, അതിനെ Q3 എന്ന് വിളിക്കാം. അതുപോലെ ഒരു ഭാഗം ബാക്കിയുള്ളതിൻ്റെ ഒരു ഭാഗം C2യിലേക്ക് എത്തുന്നു, അതാണ് Q2. ബാക്കി ഒരു ഭാഗം C1ലേക്കും, അത് Q1. ഇപ്പോൾ Q എന്ന ചാർജ് ഓരോ ജംഗ്ഷനിലും എത്തുമ്പോൾ സ്പ്ലിറ്റ് ചെയ്ത ഓരോന്നിലേക്കും വരുന്നു കപ്പാസിറ്ററിലേക്ക്. ആ ചാർജുകൾ നമ്മൾ Q1, Q2, Q3 എന്നെടുക്കാം. അപ്പോൾ ഓരോന്നിലുമുള്ള ചാർജിൻ്റെ അളവ് എങ്ങനെയാണ് ഇവിടെ ഡിഫറൻ്റ് ആണ്. അതുപോലെ ടോട്ടൽ ചാർജ് Q എന്ന് പറയുന്നത് ഈ 3 ചാർജുകളുടെ Q1, Q2, Q3 ഇവിടെ സം ആയിരിക്കും. ക്യാൻ റൈറ്റ് Q ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3. ഇനി ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ Q1, Q2, Q3 ഇവയ്ക്കുള്ള ഇക്വേഷൻസ് എഴുതണം. അതിന് കപ്പാസിറ്റൻസിൻ്റെ ജനറൽ ഇക്വേഷൻ എന്താ, C ഈക്വൽ ടു Q ബൈ V. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് Qവിനുള്ള ഇക്വേഷൻ കിട്ടും, Q ഈക്വൽ ടു C ഇൻറ്റു V എന്ന്. അങ്ങനെ ആ ഒരു ഇക്വേഷൻ മനസ്സിൽ കാണുക. അത് വെച്ചാണ് നമ്മളിവിടെ ഓരോന്നിലുമുള്ള ചാർജിൻ്റെ ഇക്വേഷൻ എഴുതുക. അപ്പോൾ ഫസ്റ്റ് കപ്പാസിറ്ററിലെ ചാർജ് എത്രയാണ്, Q1 കിട്ടാൻ എന്ത് ചെയ്യണം, അതിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ C1 ഇൻറ്റു ഇവിടുത്തെ പൊട്ടൻഷ്യൽ V, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ Q2 കിട്ടാൻ Q2 ഇസ് ഈക്വൽ ടു C2 ഇൻറ്റു ഇവിടുത്തെ പൊട്ടൻഷ്യൽ V എല്ലായിടത്തും സെയിം ആണ്. അതുപോലെ Q3 ഈക്വൽ ടു C3 ഇൻറ്റു V. ഇനി നമ്മൾ കഴിഞ്ഞ ഫിഗറിൽ കണ്ടു ഈ 3 പകരം ഒറ്റ കപ്പാസിറ്റർ യൂസ് ചെയ്ത് ഇതേ എഫക്റ്റ് ഇവിടെ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ആ യൂസ് ചെയ്യുന്ന സിംഗിൾ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂവിനെയാണ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് കോൾഡ് CP. അപ്പോൾ CP ആണ് ഇതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. ഇവിടുത്തെ ടോട്ടൽ പൊട്ടൻഷ്യൽ V ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് Q ഈക്വൽ ടു CP ഇൻറ്റു V. അതുപോലെ നമ്മൾ ആദ്യമേ പറഞ്ഞു ടോട്ടൽ ചാർജ് Q സ്പ്ലിറ്റ് ചെയ്ത് Q1, Q2, Q3 ആയിട്ട് പോവുകയാണ്. സോ വി ക്യാൻ റൈറ്റ് Q ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3. ഇനി Qന് പകരം CP ഇൻറ്റു V എന്ന് കൊടുക്കുക. അതുപോലെ Q1 പകരം C1V, Q2 പകരം C2V, Q3 പകരം C3V. ഇങ്ങനെ കൊടുക്കുമ്പോൾ വിൽ ഗെറ്റ് ദിസ് ഇക്വേഷൻ. ഇനി ഇവിടെ V കോമൺ ആണ്, V പുറത്തെടുക്കാം. അപ്പോൾ എന്ത് കിട്ടും, റൈറ്റ് സൈഡിൽ C1 പ്ലസ് C2 പ്ലസ് C3 ഇൻറ്റു ബ്രാക്കറ്റിന് പുറത്ത് V കിട്ടും. ഈ V ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ വിൽ ഗെറ്റ് ഇക്വേഷൻ CP is equal to C1 plus C2 plus C3. So this is the equation for effective capacitance if a number of capacitors are connected in parallel. ഇവിടെ നിങ്ങൾക്ക് കാണാം എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ കപ്പാസിറ്റേഴ്സിൻ്റെ സമ്മിന് തുല്യമാണ്.
3 കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ 3ൻ്റെയും കപ്പാസിറ്റൻസ് വാല്യൂ ആഡ് ചെയ്താൽ മതി എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കിട്ടാനായിട്ട്. 4 ഉണ്ടെങ്കിൽ 4 കൂടി ആഡ് ചെയ്യുക, 5 ഉണ്ടെങ്കിൽ 5 കൂടി ആഡ് ചെയ്യുക. ഇതാണ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാനുള്ള മെത്തേഡ്. ഇനി കപ്പാസിറ്റേഴ്സിനെ സീരീസ് ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യും? സീരീസ് കണക്ഷൻ്റെ പ്രത്യേകത എന്താ? നമുക്കറിയാം, സീരീസ് കണക്ഷൻ ഓഫ് കപ്പാസിറ്റേഴ്സിൽ ഈ രീതിയിലാണ് കപ്പാസിറ്റേഴ്സിനെ കണക്ട് ചെയ്യുക. അതായത് ആദ്യത്തെ കപ്പാസിറ്ററിൻ്റെ ആദ്യത്തെ പ്ലേറ്റ് പോസിറ്റീവാണ്, അതിനെ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തു. ഫസ്റ്റിൻ്റെ നെഗറ്റീവ് പ്ലേറ്റിൽ നിന്ന് സെക്കൻഡിൻ്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുക. അതുപോലെ സെക്കൻഡിൻ്റെ നെഗറ്റീവിൽ നിന്ന് തേർഡിൻ്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുക. ലാസ്റ്റ് വരുന്നതിൻ്റെ നെഗറ്റീവിൽ നിന്നാണ് ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത, ഇതിലൂടെ ഒഴുകുന്ന ടോട്ടൽ ചാർജ് ക്യൂ ആണെങ്കിൽ ആ ക്യൂ ഫസ്റ്റിൽ കൂടിയും ഒഴുകും, അതേ ചാർജ് തന്നെ സെക്കൻഡിൽ കൂടിയും അത് തന്നെ തേർഡിൽ കൂടി ഒഴുകും. അപ്പോൾ ഓരോ കപ്പാസിറ്ററിലുള്ള ചാർജിൻ്റെ അളവ് എന്ന് പറയുന്നത് എല്ലാത്തിലും സെയിം ആണ്. അതിന് നമുക്ക് ക്യൂ എന്ന് തന്നെ കൊടുക്കാം. ചാർജ് ഈസ് സെയിം ഇൻ ഓൾ കപ്പാസിറ്റേഴ്സ്. പക്ഷെ പൊട്ടൻഷ്യലിൻ്റെ കേസ് അങ്ങനെയല്ല. പൊട്ടൻഷ്യൽ ഇവിടുത്തെ C1, C2, C3 വാല്യൂസിനനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഓരോന്നിലുമുള്ള പൊട്ടൻഷ്യൽ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഫസ്റ്റിലുള്ള പൊട്ടൻഷ്യൽ നമുക്ക് V1 എന്നെഴുതാം, സെക്കൻഡിലെ പൊട്ടൻഷ്യൽ V2 എന്നെഴുതാം, തേർഡിലെ പൊട്ടൻഷ്യൽ V3 എന്നും എഴുതാം. ഈ V1, V2, V3 ഇവ ആഡ് ചെയ്യുന്ന സമ്മ് എന്ന് പറയുന്നത് ബാറ്ററിയുടെ ടോട്ടൽ പൊട്ടൻഷ്യലായ Vക്ക് ഈക്വലുമായിരിക്കും. ഇപ്പോൾ സീരീസ് കോമ്പിനേഷനിൽ പൊട്ടൻഷ്യൽ അക്രോസ് ഈച്ച് കപ്പാസിറ്റർ ഈസ് ഡിഫറെൻറ്റ്, ബട്ട് ചാർജ് ഫ്ലോവിങ് ത്രൂ ഈച്ച് കപ്പാസിറ്റർ ഈസ് ദ സെയിം. ഇതാണ് സീരീസ് കോമ്പിനേഷൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഓരോ കപ്പാസിറ്ററിലും കിട്ടുന്ന പൊട്ടൻഷ്യലിനുള്ള ഇക്വേഷൻ എഴുതാം. കപ്പാസിറ്റൻസിൻ്റെ ജനറൽ ഇക്വേഷൻ എന്താ? C = Q/V. അതിൽ നിന്ന് പൊട്ടൻഷ്യലിനുള്ള ഇക്വേഷൻ എടുക്കണം. അപ്പോൾ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ V = Q/C എന്നൊരു ഇക്വേഷൻ കിട്ടും. അത് വെച്ചാണ് നമ്മൾ ഓരോ കപ്പാസിറ്ററിലുള്ള പൊട്ടൻഷ്യലിനുള്ള ഇക്വേഷൻസ് എഴുതുക. So we can write the potential across each capacitor as ഫസ്റ്റിൽ V1 = അതിലൂടെയുള്ള ചാർജ് Q അതെല്ലാത്തിലും സെയിം ആണ് ബൈ C1. അതുപോലെ സെക്കൻഡിലുള്ള പൊട്ടൻഷ്യൽ V2 = Q/C2. തേർഡിലെ പൊട്ടൻഷ്യൽ എങ്ങനെ എഴുതാം? V3 = Q/C3 എന്നെഴുതാം. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു, ബാറ്ററിയുടെ പൊട്ടൻഷ്യലായി V ആണ് 3ലേക്കും സ്പ്ലിറ്റ് ചെയ്ത് V1, V2, V3 ആയിട്ട് പോവുക. അപ്പോൾ V = V1 + V2 + V3 എന്ന് എഴുതാം. ഇനി നമ്മൾ പാരലലി ചെയ്ത പോലെ തന്നെ 3 ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുന്നതിന് പകരം ഒറ്റ കപ്പാസിറ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതേ ചാർജ് ഇതിൽ കൂടി ഫ്ലോ ചെയ്യത്തക്ക വിധത്തിൽ കണക്ട് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യേണ്ട ഒറ്റ കപ്പാസിറ്ററിൻ്റെ വാല്യൂ എന്തായിരിക്കും? അതിനെയാണ് ഈ സീരീസ് കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുക. ഇപ്പോൾ സീരീസ് കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് CS എന്ന് വിചാരിക്കുക ആണെങ്കിൽ ആ ഒരു സിംഗിൾ കപ്പാസിറ്റർ ഇവിടെ ബാറ്ററിയിൽ കണക്ട് ചെയ്താൽ ഈ വോൾട്ടേജ് ഉള്ള ബാറ്ററിയിൽ CS എന്നുള്ള ഒറ്റ സിംഗിൾ കപ്പാസിറ്റർ ഉപയോഗിക്കുമ്പോൾ ഈ ചാർജിൻ്റെ അളവ് സെയിം ആയിട്ട് നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ആ ടോട്ടൽ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ അന്നേരം നമുക്ക് എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ ടേംസിൽ എങ്ങനെ എഴുതാം? V = Q/CS എന്ന് എഴുതാം അല്ലേ? ഇനി നമ്മൾ ആദ്യമേ പറഞ്ഞ V = V1 + V2 + V3 എന്നുള്ള ഇക്വേഷനകത്ത് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Vക്ക് പകരം Q/CS, V1 പകരം Q/C1, V2 പകരം Q/C2, V3 പകരം Q/C3. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് Q കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഈ റൈറ്റ് സൈഡ് എന്താവും? Q × ബ്രാക്കറ്റിനുള്ളിൽ 1/C1 + 1/C2 + 1/C3 എന്ന് വരും. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലെയും Q നമുക്ക് ക്യാൻസൽ ചെയ്യാം. So the equation for effective capacitance becomes 1/CS = 1/C1 + 1/C2 + 1/C3.
ഇതാണ് സീരീസ് കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസിനുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് റെസിസ്റ്റേഴ്സിൻ്റെ ഇക്വേഷനുമായിട്ടൊരു സാമ്യം തോന്നും അല്ലേ? പക്ഷെ വ്യത്യാസമുണ്ട് താനും. അവിടുത്തെ ഇക്വേഷൻസ് നേരെ തിരിച്ചുള്ള ഒരു എഫക്റ്റാണ് ഇവിടെ വരുന്നത്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ C1 പ്ലസ് R1 R1 പ്ലസ് R2 പ്ലസ് R3 എന്നാണ്. പക്ഷെ കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അങ്ങനെയല്ല. 1/CS = 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 എന്നാണ്. അതായത് റെസിപ്രോക്കൽ ഓഫ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദ റെസിപ്രോക്കൽസ് ഓഫ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസ്. അതാണ് ഇവിടെ കിട്ടുന്ന എഫക്റ്റീവ് കപ്പാസിറ്റൻസിനുള്ള ഇക്വേഷൻ. അതുപോലെ പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പം റെസിസ്റ്റേഴ്സിൻ്റെ കേസിൽ 1/R = 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 ആണ്. പക്ഷെ കപ്പാസിറ്റേഴ്സിൽ പാരലൽ കോമ്പിനേഷനിൽ നമ്മുടെ ഇക്വേഷൻ C = C1 പ്ലസ് C2 പ്ലസ് C3 ആണ്. ഇത് നേരെ തിരിയുന്ന പോലെ തോന്നുന്നു ഇക്വേഷൻസ്. അതൊന്ന് ശ്രദ്ധിച്ചിരിക്കണം, മാറിപ്പോകരുത്. ഇവിടെ നമുക്ക് പാരലൽ കോമ്പിനേഷൻ 2 കപ്പാസിറ്റേഴ്സ് പാരലലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ C1 C2 പാരലലായിട്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ? CP = C1 പ്ലസ് C2. അതുപോലെ 2 സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ 1/CS = 1/C1 പ്ലസ് 1/C2 എന്നാണ്. CP C1 പ്ലസ് C2. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ 1/CS = 1/C1 പ്ലസ് 1/C2 ആണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചെറിയ പ്രശ്നം വരാറുണ്ട്. അതായത് നമുക്ക് കിട്ടുന്നത് 1/C1 പ്ലസ് 1/C2 LC എടുത്ത് ആഡ് ചെയ്ത് കിട്ടും. അങ്ങനെ കിട്ടുന്നത് CS-ൻ്റെ വാല്യൂ അല്ല, പകരം 1/CS ആണ്. അപ്പോൾ ഈ റൈറ്റ് സൈഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ കിട്ടുന്നതിൻ്റെ റെസിപ്രോക്കൽ എടുത്താലാണ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കിട്ടുകയുള്ളൂ എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കണം ഈ രീതിയിൽ കണക്ട് ചെയ്യുമ്പോൾ, കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ. ഇപ്പോൾ 2 ഉള്ളെങ്കിൽ പക്ഷെ നമുക്ക് ഇതിനെ ഇച്ചിരിയോടെ മോഡിഫൈ ചെയ്യാം. LC എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ഇവിടെ C2 ഇവിടെ C1 വരും. അപ്പോൾ C2 പ്ലസ് C1 ബൈ ഡിനോമിനേറ്റർ ഇതിൻ്റെ LCയുമായിട്ട് C1 × C2 എന്ന് വരും. അപ്പോൾ 1/CS = C2 പ്ലസ് C1 ബൈ C1 C2 എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് എഫക്റ്റീവിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. 2 ഉള്ളപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. CS = C1 C2 ബൈ C1 പ്ലസ് C2. ഇതാണ് 2 കപ്പാസിറ്റേഴ്സ് മാത്രം ഉള്ളപ്പം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള എഫക്റ്റീവ് കപ്പാസിറ്റൻസിനുള്ള ഇക്വേഷൻ. പാരലലാകുമ്പോൾ CP = C1 പ്ലസ് C2 ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്ന മറ്റൊരു കാര്യം, പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കപ്പാസിറ്റേഴ്സ് ആഡ് ചെയ്ത് വരുന്നു, സമ്മിന് തുല്യമാണ്. ഇപ്പോൾ നമുക്ക് 10 μFൻ്റെ 2 ഉണ്ടെങ്കിൽ 10 + 10 20 μF കിട്ടും 2 പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ. പക്ഷെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുക. ഒന്ന് ചെയ്ത് നോക്കാം. 10 വെച്ചുള്ള 2 ആണെങ്കിൽ 10 × 10 100 ബൈ 10 + 10 20. അപ്പോൾ 100/20 എത്രയാണ്? 5 Ω കിട്ടുക. 2 10 Ω സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എന്ത് കിട്ടും? 5 Ω കിട്ടും. അപ്പോൾ നമുക്കൊരു 15 Ω കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 10 മാത്രമേ ഉള്ളെങ്കിൽ 2 10 കണക്ട് ചെയ്ത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് അത് എന്താക്കണം? 5 ആക്കണം. എന്നിട്ട് അതിനെ പാരലലായിട്ട് മറ്റൊരു 10 Ωനോട് കണക്ട് ചെയ്യും. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള വാല്യൂവിലുള്ള കപ്പാസിറ്റേഴ്സ് സർക്യൂട്ടുകളിൽ കിട്ടത്തക്ക വിധത്തിൽ ഈ കോമ്പിനേഷൻസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വെച്ചുള്ള പ്രോബ്ലംസൊക്കെ എക്സാമിന് വരാറുണ്ട്. അപ്പോൾ ആ പ്രോബ്ലം ഒക്കെ ചെയ്ത് പഠിക്കണം. ഇക്വേഷൻസ് ശരിക്കും പഠിച്ചിരിക്കുക. ഡെറിവേഷനും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഡെറിവേഷനും കൃത്യമായിട്ട് പഠിക്കണം. താങ്ക് യു.